സങ്കടം വന്നാലും ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. ആ സമയത്ത് അവർ മാക്സിമം എക്സ്പ്ലോഡ് ആവും. പക്ഷെ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇരുന്ന് കരയുന്നത് കാണാം. അതായത് ആദ്യം തന്നെ അവർക്ക് വന്ന ഫീലിംഗ് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഉള്ളിൽ തോന്നിയിട്ടുള്ളത് സങ്കടാവാം, പേടിയാവാം, ഒറ്റപ്പെടലാവാം. പക്ഷെ അവർക്ക് വന്നിട്ടുള്ള ഇമോഷൻ, അതായത് ഈ ഇമോഷൻസ് ഒക്കെ കൺവേർട്ട് ആയിട്ട് ദേഷ്യമായിട്ടാണ് കാണിക്കാൻ പറ്റുക. അതായത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ഇമോഷൻസ് ഒക്കെ ദേഷ്യമായിട്ടാണ് അവർക്ക് കൺവേർട്ട് ആയിട്ടുള്ളത്. കരയുമ്പോൾ പലപ്പോഴും അയ്യേ കരയാണോ എന്ന് ചോദിക്കുക. അതായത് ഒരു നാണക്കേട് പോലെയൊക്കെയാണ് പലപ്പോഴും കാണുക. പക്ഷെ ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ കിട്ടുന്നതായിട്ടും കുറച്ചും കൂടെ പവർ കിട്ടുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അതായത് വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല, ആക്സെപ്റ്റൻസ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ നെർവസ് സിസ്റ്റം ക്വിക്കായിട്ട് ജമ്പ് ചെയ്യുന്നത് ആങ്കറിലോട്ടാണ്. ഈ ഒരു പാറ്റേൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ചൈൽഡ്ഹുഡ് എന്നാവാം. ചെറുപ്പത്തിലെ പല ഇമോഷൻസിനും ആക്സെപ്റ്റൻസ് കിട്ടാതെ അത് ഇഗ്നോർ ചെയ്യപ്പെട്ട് ഇവരുടെ ഇമോഷണൽ ലാംഗ്വേജ് തന്നെ മാറുകയാണ്. ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ പാരന്റ്സിന് അവരുടെ ഇമോഷണൽ ലാംഗ്വേജ് റീലേൺ ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം കുട്ടികളുടെ ആങ്കറിനെ റിയാക്ട് ചെയ്യുന്ന ആളുകളാവാതെ അവരുടെ ഒരു ഇമോഷണൽ കോച്ച് ആവാനും നിങ്ങൾക്ക് പറ്റും.